ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. നമ്മളൊരു 3 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഏകദേശം രാവിലെ ഒരു 6 മണിയോടെ തന്നെ നമ്മുടെ യാത്ര മൂന്നാറിലേക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ 3 ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം രാവിലെ ഒഴിവാക്കി അമ്മ രാവിലെ തന്നെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നേര്യമംഗലം ടൗണിലോട്ട് നമ്മൾ കിടക്കാതെ നമ്മൾ ഈ ഒരു വഴിയിൽ നിന്ന് ഡൈവേർഷൻ ചെയ്തു. നേര്യമംഗലത്തിന് പോകുന്നതിന് മുന്നേ ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് മാറി ഈ ഒരു ഡൈവേർഷൻ കണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിലോട്ടുള്ള സമയത്തേക്ക് വലിയ ട്രാഫിക് ജാമോ ഒന്നുമില്ലാതെ നേരിട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ അരുവികളും. നമ്മൾ ഏതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഏത് സമയത്ത് അവിടെ എത്തിച്ചേരും എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് മാത്രം യാത്ര ആരംഭിക്കുക. നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം 11:30-12 മണിയാകുമ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തുമെന്നാണ് കാണിച്ചത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ തന്നെ 1 മണിയോടടുത്തായിരുന്നു. ഏകദേശം 1 മണിക്കൂർ നമുക്ക് ഒരു ലേറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്നിടത്തെല്ലാം നിർത്തി ചെറിയ രീതിക്കൊക്കെ നമ്മളൊന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിർത്താതിരിക്കാൻ തോന്നും. നമ്മൾ ഈ ഒരു മലപ്രദേശമല്ലല്ലോ, നമ്മൾ ഈ തീരദേശ പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും മൂന്നാർ ഇത്രയും ഭാഗ്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയി വരാം എന്നൊക്കെയുള്ള കാര്യത്തിൽ കംപ്ലീറ്റ് ഒരു ഗൈഡൻസ് കിട്ടും. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിട്ട് വന്നിരിക്കുന്നത്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. ഇത് വെള്ളച്ചാട്ടമാണോ? ഇവിടെ എല്ലാം നിറയെ ഡാമുകളാണ്. ഈ പാറയുടെ പുറത്തോട്ടാണ് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നത്. നമ്മൾ നേരിട്ട് കാണുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രദേശത്തൊക്കെ ഒന്ന് പോയി കാണുക. അത്ര സുന്ദരമാണ് ഇവിടെ എല്ലാം. നമ്മൾ ഏതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമും ബാക്കി കാര്യങ്ങളും പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് ചെല്ലാൻ വേണ്ടി. അല്ല നമ്മൾ എന്തെങ്കിലും രീതിയിലൊക്കെ കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് സോങ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ എൻ്റെ ഒരു വോയിസ് ഓവറിൽ തന്നെ ഇത് ആസ്വദിക്കണേ. ഏകദേശം 1 മണിയോടെ തന്നെ നമ്മൾ മൂന്നാറിൽ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. കാരണം മൂന്നാറിനോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് തേയിലത്തോട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോ എടുത്തു തരാനുമുള്ള ആളുകളാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം റോഡ് പണി കാരണം ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ആ മറ്റേ വഴി വന്നതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നേര്യമംഗലം ബ്രിഡ്ജൊന്നും വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല. നേര്യമംഗലം ടൗണൊന്നും ടച്ച് ചെയ്യാറാണ് നമ്മൾ മൂന്നാർ ടൗണിലോട്ട് എൻ്റർ ചെയ്തത്. നമ്മൾ ഏകദേശം മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൂന്നാറിനോട് അടുത്ത ഏകദേശം ഒരു 300 മീറ്റർ മാത്രം മാറിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെറുതായിട്ടൊന്ന് സൈറ്റ് സീയിങ് എല്ലാം കണ്ടിട്ട് റൂമിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. റൂമിൽ കൊണ്ടുപോയി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പിന്നെയും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഭയങ്കര ഫോഗായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റൂമിലെ അവരോട് കാര്യങ്ങൾ തിരക്കി എങ്ങനെയാണ് പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കുറച്ചൊരു കംപ്ലീറ്റ് ഒരു ഗൈഡൻസ് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ആ റൂം ബുക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഭയങ്കര ഫോഗായിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയതായിട്ടുള്ള മഴ പെയ്യുന്നതും ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് മഴ പെയ്യുന്നു, ചില സമയത്ത് ഫോഗാണ്, ചില സമയത്ത് നല്ല വൃത്തിക്ക് നമുക്ക് സൈഡ് വ്യൂ നന്നായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് മൂന്നാറിലുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം, എൻ്റെ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വെക്കേഷൻ ടൈമിൽ വരാതിരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പോകാൻ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും സാധിക്കും. മൂന്നാറിലെത്തിക്കഴിഞ്ഞാൽ 3 ദിക്കിലേക്കും സൈറ്റ് സീയിങ് ആണുള്ളത്. ഒന്ന് കോയമ്പത്തൂർ റൂട്ട്, പിന്നൊന്ന് എറണാകുളം റൂട്ട്, മറ്റൊരു റൂട്ട് ഞാൻ ഓർക്കുന്നില്ല. നമ്മളെന്തായാലും ആദ്യം എത്തിയിരിക്കുന്നത് ഈ ഒരു ആനയിറങ്ങൽ ഡാമിലേക്കാണ്. പക്ഷെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സമയക്കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഈ ഒരു ഡാം ഇങ്ങനെ ഈ ഒരു
ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ മാത്രം ഒന്നുമില്ല. ചെറിയൊരു എക്കോ പോയിൻ്റൊക്കെ പോലെ നമുക്ക് തോന്നും. എന്നാലും നമുക്ക് വിസിറ്റ് ചെയ്ത് ഒരു എമൗണ്ട് പേ ചെയ്ത് നമുക്ക് കാണാനും മാത്രമില്ല. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം ബോട്ടിങ്ങിൻ്റെ കരകളൊക്കെ ഇവിടെ അടുക്കി പെറുക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയതായിട്ട് ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിതിന് എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ 50 രൂപ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പേ ചെയ്യണം. അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ പോവുക. വെറുതെ നമ്മൾ നമ്മുടെ പൈസ മുടക്കി പോകാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് മൂന്നാർ നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെ ഇങ്ങനെ കുറേ ഡാമുകൾ ഇങ്ങനെ കാണാം. അപ്പോഴത്തേക്കും ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ മനസ്സിൽ പറയുന്നുണ്ട്, വെറുതെ നമ്മുടെ പൈസ പോയി അവരോടും പോകണ്ടെന്ന് നമുക്ക് പറയാൻ ആവശ്യമില്ല, പോയി കണ്ടിട്ട് വരട്ടെ. പക്ഷേ നമ്മൾ പോയത് കൊണ്ട് നമുക്ക് ഏറ്റവും ഗുണം കിട്ടിയൊരു കാര്യമാണ് ഇതാണ് ഗ്യാപ്പ് റോഡ്. നമ്മൾ റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മൂന്നാർ ചെന്ന ഈ ഗ്യാപ്പ് റോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ അടിപൊളിയാണ്. ഭയങ്കര രസമാണ് ഈ റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫോഗ്, പിന്നെ മഴ, പിന്നെ നമുക്ക് നല്ലൊരു തണുത്ത ക്ലൈമറ്റ് എല്ലാം നമുക്ക് ആസ്വദിച്ച് പോകാം. കുറച്ച് നേരം ഞാൻ ഈ ഒരു ഭംഗി കണ്ടപ്പം ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തതാണ്. നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തേയില നുള്ളാൻ പോകുന്ന ഈ ഒരു ചേച്ചിമാരെയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ എന്ത് രസമാണെന്നറിയാമോ. നമ്മൾ അവരുടെ കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഈ ഒരു ഇവരിങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നമുക്കിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ ഊട്ടിയും കൊടൈക്കനാലും പോകുമ്പോഴൊന്നും ഇത്രയും ടീ ഗാർഡൻസൊന്നും അവിടെ നിന്നും കാണാനില്ല. ഞാൻ വിചാരിച്ചത് ഊട്ടിയൊക്കെയാണ് ഭയങ്കര മനോഹരമെന്ന്. പക്ഷെ അല്ല, നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു മൂന്നാർ അത്ര മനോഹരിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കാണും അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. പിന്നെ ഇതും ഒരു വാട്ടർഫോളാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരും ഇറങ്ങി കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്, നമുക്ക് നിർത്താൻ സാധിച്ചില്ല. നല്ല രസമാണ്. നമ്മൾ വരുന്ന വഴിയൊക്കെ ഈ ഡബിൾ ഡെക്കർ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിലും ഓരോ വ്യൂ പോയിൻ്റ് കാണുമ്പോഴും അവർ വണ്ടി നിർത്തി കൊടുത്ത് സഞ്ചാരികളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ ഒത്തിരി പേര് എക്സൈറ്റ്മെൻറ്റ് ആയിക്കൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ മുതിരുന്നുണ്ടായിരുന്നു. നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശുദ്ധവായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് നമുക്കൊരു ചായയും ചൂടുള്ള ആഹാരമൊക്കെ കഴിക്കാൻ വളരെയായിട്ടുള്ളൊരു ടെംപ്റ്റിങ് തോന്നും. അങ്ങനെ ഞങ്ങൾ ചായയും മാഗിയും പിന്നെ ബ്രെഡ് ഓംലെറ്റ്, ഇവിടുത്തെ മെയിൻ ഭക്ഷണമാണ്. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഈ തണുത്ത പ്രദേശത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കച്ചവടക്കാർ വഴിയോരങ്ങളിലൊക്കെ ധാരാളമാണ്. അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ്റെ കടയിൽ കയറി ചെറിയ കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചു. നല്ലൊരു രസമായിരുന്നു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം വായിക്കൂടെ പുക പോവുകയാണ്. ഈ വായിക്കൂടെ പുക വിടുന്നത് നമുക്കൊന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിഗരറ്റ് വലിച്ചിട്ടുള്ള ശീലമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് വായിക്കൂടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. പിന്നെ നമ്മൾ വന്നത് അടുത്ത സൈറ്റ് സീയിങ്ങാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയുടെ തന്നെ മെയിൻ ഒരു അട്രാക്ഷനാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു സമയത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ലൈറ്റിങ്, ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് വരുന്നതാണ് നല്ലത്. ഇവിടെ 8 മണി വരെ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് 8 മണിയല്ല 8:30 വരെയൊക്കെ ഓപ്പണിംഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ കൂടാതെ ഇവിടെ ഒരു 7:05, 7:10 തൊട്ട് ഇവിടെ ഒരു ലൈറ്റ് ഷോയും ഉണ്ട്. വാട്ടർ ഷോ ആയിട്ടാണ് ഇവിടെ നടത്തുന്നത്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ഒരു 10-20 മിനിറ്റ് നമുക്കവിടെ ഇതും കൂടെ കണ്ട് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം ലൈറ്റിങ്ങും എല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. ഇത് വേറൊരു രീതിയിലാണ് ഇവരിത് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ സ്റ്റാറ്റ്യൂസും ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം വളരെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഷോ നടത്താനായിട്ടുള്ള ചെറിയൊരു സ്റ്റേജൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേയധികം ആനിമൽസിൻ്റെ ഒക്കെ സ്റ്റാറ്റ്യൂസ് ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവർക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ്മെൻറ്റ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. നല്ല രസമാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. അതൊക്കെ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്.
പിന്നെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു എൻട്രി ഫീ ഉണ്ട്. ഏകദേശം ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. കിഡ്സിന് 50 വേണമെന്നാണ് ഞാൻ ഓർമ്മ. എന്തായാലും നമ്മൾ ആ ഒരു 100 രൂപയൊക്കെ കൊടുത്ത് കയറി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ആസ്വദിക്കുന്നതാണ് നല്ലത്. ഒരു രാത്രി സമയത്ത് വരുന്നതാണ് നല്ലത്. ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു സ്ഥലത്താണ് വാട്ടർ ഷോ നടക്കുന്നത്. നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 7:05 7:10 അടുക്കും ഒരു ഷോ ആരംഭിക്കുന്നതാണ്. ഞങ്ങൾ വിചാരിച്ചു വലിയ ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഷോ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടിലായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു വാട്ടർ ഷോ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഉള്ളവരെല്ലാവരും ആ ഒരു സ്ഥലത്ത് തന്നെ ഹാജരാകും. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ വാട്ടർ ഷോ ഒക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് വാട്ടർ ഷോ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തൊന്നുമില്ല. പിന്നെ കുറേ പാട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേയധികം കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. 2-3 ഏരിയ തിരിച്ചിട്ട് കുറേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് രാത്രിപ്പിനൊടുവിൽ ഒരു 7:05 7:10 കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വാട്ടർ ഷോ ആരംഭിച്ചു. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് എൻജോയ് ചെയ്യാം. ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്നു. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. താഴെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ് എല്ലാവരും. ഇതൊക്കെയല്ല നമ്മുടെ ഓരോ യാത്രയിൽ ഓർത്തിരിക്കാനുള്ള ഓരോ നിമിഷങ്ങൾ. പിന്നെ എല്ലാവരും ടയേർഡായിക്കൊണ്ട് നേരത്തെ കയറി കിടക്കുകയായിരുന്നു. രാവിലെ യാത്ര തുടങ്ങിയതല്ലേ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഈ ഹോട്ടൽ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാത്തത് വന്ന ടൂറിസ്റ്റുകൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരതിൽ ഇടപെടുന്ന രീതി വളരെ മോശമായിരുന്നു. നമുക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ റൂം സജസ്റ്റ് ചെയ്യാത്ത കേട്ടോ. പക്ഷേ മൂന്നാർ ടൗണിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ. പിന്നെ നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ്. രാവിലെ ഏകദേശം 8 മണിയോടെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയായിരുന്നു. കാരണം മൂന്നാറിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലുണ്ട് വട്ടവടയിലേക്ക്. പോകുന്ന വഴിയെല്ലാം ഡാമുകളും എക്കോ പോയിൻറ്റും കാര്യങ്ങളുണ്ട്. ഇത് ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ നമുക്ക് നിർത്തി കാഴ്ചകൾ കാണണമെങ്കിൽ കാണാം. പക്ഷേ ഡാമും കാര്യങ്ങളും വേണ്ട നമ്മൾ ബോട്ടിങ്ങും ഒക്കെ ആയതുകൊണ്ട് രാവിലെ അതിനൊന്നും വലിയ ആളുകളില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് വട്ടവടയിലൊക്കെ യാത്ര തിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴി ഡൈവേർഷൻ ചെയ്ത് പോകാവുന്നതാണ്. പോകുന്ന വഴിയെല്ലാം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് പോകാമായിരുന്നു. പോകുന്ന വഴി നമ്മൾ കണ്ടതാണ് ഇവർ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കുറേ നേരം നമ്മൾ നിന്ന് നോക്കി. നമ്മൾ ഈ ഓരോരുത്തരും ഇങ്ങനെ വണ്ടി നിർത്തി ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു റോഡും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല റോഡ് സർവീസാണ്. പിന്നെ എനിക്കൊരൊറ്റ കാര്യം തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഇങ്ങനെയുള്ള ഏരിയയിലൊന്നും ഇവർ പ്ലാസ്റ്റിക് അലൗഡ് ആക്കാറില്ല. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നമ്മൾ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങൾ ഫുഡ് വേസ്റ്റും എല്ലാം അവിടെ ഇവിടെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് തമിഴ്നാട് സർക്കാരിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. അവരത്രയും വൃത്തിയായിട്ടാണ് അവരുടെ ടൂറിസ്റ്റ് പോയിൻറ്റുകളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഓരോ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. ഇത് വട്ടവടയുടെ എൻട്രൻസ് ആണ്. ഈ നമ്മൾ വരുന്ന വഴി തന്നെ കുറേ പോയിൻറ്റുകളുണ്ട്. 3-4 ഡാമുകളുണ്ട്, എക്കോ പോയിൻ്റുണ്ട്, പിന്നെ ടോപ്പ് സ്റ്റേഷനുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നിന്ന് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വട്ടവടയിലോട്ട് എത്താൻ താമസിക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെ നമ്മളിവിടെ ഒന്നും ചവിട്ടാതെ നേരെ തന്നെ എത്തുകയാണ്. പിന്നെ നമ്മൾ ഈ വട്ടവടയുടെ എൻട്രൻസ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ചെക്കിംഗ് ഉണ്ട്.
കയറുന്നുണ്ട്. നമ്മൾ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവർ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട്, ഇനിയൊരു കാട്ടുപാതയാണ്, ഇവിടെ നമ്മൾ വണ്ടി നിർത്താൻ യാതൊരു കാരണവശാലും വണ്ടി നിർത്തി കാഴ്ചകൾ കാണാൻ പാടില്ല, നേരെ വട്ടവടയിലോട്ട് എത്തുക എന്ന് മാത്രം അവർ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കേട്ടേ മതിയാകൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മൃഗങ്ങളെല്ലാം ഇറങ്ങുന്ന ഏരിയയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇടരുതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല എന്ത് രസമാണ് ഇവിടെ എല്ലാം കാണാനെന്ന് ചിന്തിച്ച് നോക്കുകയും. നിങ്ങളെന്തായാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടുംചോല നാഷണൽ പാർക്ക് വഴിയാണ്. വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞിട്ടും നിർത്തുന്ന കുറേ ആളുകളുണ്ട്. എന്താണ് അനുസരിക്കാത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും പോട്ടെ, നമ്മൾ പറയുന്ന പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻ എല്ലാം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സേഫിന് വേണ്ടിയിട്ട് കണ്ടില്ല വണ്ടി ജസ്റ്റ് ഒതുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് യാത്ര തിരിക്കാം. പിന്നെ നമ്മൾ എത്തുന്നത് വട്ടവടയിലേക്കാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഈ തട്ടായിട്ടുള്ള ഈ ഒരു സ്ഥലം. നമ്മളതുകൊണ്ട് ജീപ്പ് സവാരിക്ക് കയറിയിട്ടുണ്ട് വട്ടവട ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കേരളത്തിലെ കാർഷിക ഗ്രാമമാണ്, പറയുന്നത് ശരിയാണ്. നിങ്ങൾ ചെന്നതിന് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജീപ്പ് സഫാരിക്ക് പോകാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ ചെന്ന് വില കൊടുത്ത് മേടിക്കുന്ന പൂക്കളാണ്. ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ചെന്നത് സ്ട്രോബെറി തോട്ടത്തിലാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വട്ടവടയുടെ ഞാൻ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വട്ടവടയിലുള്ളൊരു ഹിഡൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇവിടെ എല്ലാം ഇവർ കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇതെല്ലാം മേടിക്കാവുന്നതാണ്. വട്ടവടയിൽ നമ്മൾ തിരിച്ചൊരു 1 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് മൂന്നാറിലേക്ക് പോരുകയാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു എലിഫൻറ്റ് പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫോട്ടോസൊന്നും വീഡിയോസൊന്നും അലൗഡ് അല്ല, പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എടുത്തിട്ടുണ്ട്, നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആന സഫാരിക്ക് കയറിയാൽ മതി. കാരണം ഇതല്ല, നിർബന്ധമല്ല, നമുക്ക് കയറി ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് കാണാം. പിന്നെ ഒരു മഴച്ചാറ്റിലുള്ളത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കണമെന്ന് കരുതി തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് പോരുവാണ്. പോരുന്ന വഴിക്ക് നമുക്ക് റോസ് ഗാർഡൻ ഉണ്ട് കാണാൻ വേണ്ടി. ഇന്നലെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോയതുകൊണ്ടും പിന്നെ മഴയുടെ ഒരു മൂടാപ്പ് ഉള്ളതുകൊണ്ടും നമുക്ക് തിരിച്ച് വൈകിട്ട് വീട്ടിലെത്തി പിറ്റേ ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങൾക്കൊക്കെ കയറേണ്ടത് കൊണ്ട് നമ്മൾ തിരിച്ച് മൂന്നാറിനോട് വിട പറഞ്ഞ് പോരുകയാണ്. എന്തായാലും മൂന്നാർ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും കുറേ കാന്തല്ലൂർ, മറയൂർ അവിടെയൊക്കെ കാണാൻ കിടക്കുകയാണ്. ഈ ഒരു ആഗ്രഹമെല്ലാം ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. ഉടനെ തന്നെ പോരാന്നുള്ള വിശ്വാസത്തിൽ. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും മൂന്നാറിലെ ബാക്കി കുറേ വീഡിയോസും വേറെ നമ്മൾ കുറേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ആയിട്ട് നമുക്ക് പോരാം. പിന്നെ നമ്മൾ പോരുന്ന വഴി എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു തേയിലത്തോട്ടത്തിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കണം. അത് സാധിച്ചില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന ആളുകളെയൊക്കെ കണ്ടു. അവിടെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ അധികം അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഹോട്ട് എയർ ബലൂണ്, പിന്നെ ട്രെക്കിങ്, സിപ്പ് ലൈന്, മൗണ്ട് ക്ലൈമ്പിങ്, കുറേയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തുകൊണ്ട് സ്റ്റേ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം കാണണം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വരാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് അടിമാലി വഴി നേര്യമംഗലം ബ്രിഡ്ജ്, ഇതാണ് നമ്മൾ മൂന്നാറിൻ്റെ കവാടം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോയത് വേറൊരു വഴിയായതുകൊണ്ട് ഇതൊന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ ഒരു വലിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭരണങ്ങാനം ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഗൈഡൻസ് കൊടുത്തേക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. കൂടുതലായിട്ടുള്ള വീഡിയോസിന് നമ്മുടെ പേജിന് ഫോളോ ചെയ്ത് നമുക്ക് ഉടനെ തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളും വട്ടവടയുടെ വീഡിയോസും എല്ലാം ഇടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.